ഹർത്താൽ ദിവസം കഴിക്കുന്നു. ഒരു കേമിയോ റോളുണ്ട്. പിന്നല്ല കേമിയോ റോൾ അവന് കഴിക്കും. അവരൊക്കെ പോയിട്ടുണ്ട്. എല്ലാം ഞാൻ മുമ്പിൽ തെറ്റി വാങ്ങിയിട്ടുള്ളൂ. വണ്ടി പാർട്ടിക്കാരെ വണ്ടി നോക്കണം. അവിടെ ടൗണൊന്ന് പാസ് സത്യം പറയട്ടെ അവരെ പറ്റി ഇങ്ങോട്ട് ചാടി വണ്ടി പള്ളി പള്ളി കേമിയോറോ ഇതിനകത്ത് വരാനാ പറഞ്ഞേ. Acknowledge it, make it. Hey, game your role. Hi, bro. Hi, hi. Where are you? Just like that. Here, here. There, here. ഇവിടെ AC ഉപയോഗിക്കാറുള്ളൂ. അടുത്ത ബ്ലോഗ് എവിടെ അരിയിലുണ്ടോ കേട്ടോ. ശരിയായി പോയെ. നമ്മൾ മുമ്പ് ഉറപ്പാ. ഇപ്പൊ നീ വന്നു കഴിഞ്ഞാൽ വള്ളിയാ ഞാൻ പറയുന്നു. സ്വാഭാവികമായല്ലോ. ശീലായില്ലേ അജലിന് പറഞ്ഞാൽ വള്ളി തോർത്ത് അവിടെ നിന്ന് മേടിക്കണം. കയറി പോണവർക്ക് ഇഷ്ടംപോലെ കച്ചവടമല്ലേ. ഹർത്താലാണ്. അതല്ലേ തോർത്തൊക്കെ എന്തിനാ ചെറ്റിട്ടാണ്. ഇവിടെ ഞാൻ ഗ്രാഫിക്സിലാക്കി ഹർത്താലാണ് പോയി അറിഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ എനിക്ക് തോർത്തിട്ട് എനിക്ക് നീ കൊടുത്തേ ഡെലിവറി ഇടയ്ക്ക് കൊടുക്കും. എല്ലാം ഗവൺമെന്റ് പൈസ. ഞാൻ മൊട്ടയ്ക്ക് 1000 രൂപ എന്നേക്കാം. ഈ ഹാപ്പി അല്ലേ? 1500 രൂപ പറ്റി. 1000 രൂപ എനിക്കും പറ്റുമോ? ഇന്നലെ എനിക്കും പറ്റി. ഇങ്ങോട്ട് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടി. മല ആകാശത്തെ മല. വെള്ളം ഉണ്ടെന്നാ പറഞ്ഞ പുള്ളി. പുള്ളി കച്ചവടം എടുക്കാൻ പറ്റി പറഞ്ഞോ. പിന്നെ ഈ വണ്ടിക്ക് വേഗം പാർക്ക് ഞാൻ വിളിക്കും. ഉപ്പ് പാർക്ക് ചെയ്യാം. എവിടെ വരെ പോകുന്നു നോക്കിയാലോ. സ്ഥലം കുറച്ച് കൊക്കക്കാട്ട് പോയി അവിടെ വീട്ടിൽ കയറും. ആ പൈസ കൊടുത്തേ പുള്ളിക്ക് 100 രൂപ കൊടുക്കും. വിറ്റേ വലിയ പൈസ ആരും 30 രൂപ ഉള്ളായിരുന്നു. ഇവിടെ വന്നപ്പോൾ 50 രൂപ. ഒരാവശ്യമില്ലായിരുന്നു. ഗവൺമെന്റ് ഇപ്പൊ വെള്ളം ഒഴിക്കാൻ പോയി കറച്ചു. കോസ്റ്റ്യൂമാണോ? ആ കോസ്റ്റ്യൂമും എല്ലാം കല ചുറ്റിച്ചു. അതങ്ങ് പിടിച്ചു. പിടിച്ചു ദിവസം പിടിച്ചു. ഞാൻ നിനക്ക് സെറ്റാക്കി തരാം. കൈ പിടിച്ച സ്ഥലമില്ല. കൈ പിടിക്കണ്ട നീ. ശ്വാസം മുട്ടുന്നു. ഇപ്പൊ മുഴുവൻ പോസ്റ്റാണല്ലേ. വലിയ പോസ്റ്റ് അവൻ 30 രൂപ. നേരിക്കൊക്കെ പ്രീമിയം പാർക്കിങ് 50 രൂപ. എന്നിട്ട് നടക്കുന്നു ഏറയിച്ചു ബാബു. ഇതാ കണ്ടറിയാം. ഇല്ലടാ വാടാ. വീട്ടിലാണെങ്കിൽ ഇപ്പൊ കുറച്ച് ചോറ് ചോദിച്ചപ്പോ പട്ടാപക്ഷം വെച്ച് വഴി നിൽക്കാനോ വാ. അന്നൊന്നും ജോലിയൊന്നുമില്ല. അന്നൊന്നും വരില്ലേ ഞാൻ ആ വീട്ടിലേക്ക് കയറിച്ചില്ല. ആ വീട്ടിലേക്കൊരു വഴി
ഈ വീട്ടിലേക്ക് പോയി യൂണിവേഴ്സ് ആ ഓക്കെ സെറ്റ് താങ്ക് യു ചേട്ടാ ഞാൻ കയറി വിളിച്ചു അവിടെ വീട്ടിൽ കയറി ഓക്കെ ചേട്ടാ വെള്ളം ടോർച്ച് വാങ്ങിച്ച് വെള്ളം ഇല്ലെന്ന് ചേട്ടാ വെയിലടിക്കാതിരിക്കാൻ തുറന്നു കച്ചവടം ഞാൻ പറഞ്ഞു അതിൽ വന്നപ്പോഴേ ഞാൻ ഓർത്താൻ വെള്ളം കാണൂല പിടിച്ച് കാറല്ലേ കിട്ടാൻ ഹായ് പൂവാ പൂവാ ചള്ളക്ക് വിളിച്ചാണ് ഗെയിം നമ്മക്ക് മുന്നേ പോയി ആരോ ചമ്മിക്ക് വരുന്നുണ്ട് തോർത്തൊക്കെ ഒരു ചമ്മ വെള്ളമില്ലേ ഏതായാലും വന്നോ കണ്ടിട്ട് പോകുമ്പോ അവിടുത്തെ ടോർച്ച് വലിച്ചിട്ടുണ്ട് അവിടുത്തെ കച്ചവടക്കാരോട് ടോർച്ച് വാങ്ങാൻ പറ്റിച്ച തിരിച്ചു കൊടുക്കണം വെള്ളം ആ വെള്ളം കുടിക്കാൻ അവിടെ കഴിച്ചിട്ട് വരാം അല്ലെങ്കിൽ പപ്പടോടെ കഴിച്ചിട്ട് താറാവ് ബ്ലോഡിലുള്ളവർ താറാവിനെ കണ്ടിട്ടില്ലെങ്കിലോ ആ പുള്ളിക്കാരൻ കൊണ്ട് ഈ കപ്പ തിരിച്ചു പോയാൽ ആ സാധനം തിരിച്ചു കൊടുത്താൽ തുറന്നല്ലേ പുള്ളി അങ്ങനെ ഫുൾ കോൺഫിഡൻസിൽ പറയാ വെള്ളമുണ്ട് ചാടിക്കോളെ ഒന്നും ചാവില്ല ഇവരല്ലോ നമ്മളേതോ മലക്ക് പോകുന്ന പറഞ്ഞപ്പോ എന്നാ പറഞ്ഞ അവിടെ ഒന്ന് കാറ്റെടുക്കുക അവിടെ പോകുന്ന കാറ്റില്ല ഒരു തേങ്ങയില്ല വെള്ളത്തിൽ ചാടാം നീയല്ല വെള്ളത്തിൽ ചാടാം ഇതിപ്പോ നടപ്പുണ്ട് വെള്ളമില്ല ഇപ്പൊ എല്ലാം ചാടിയായി അത് ശരിയാ വെള്ളം എടുത്തു തരാൻ പറ്റുമോ ഗ്രാഫിക്സ് ചാടി എവിടെ പോയിരുന്നാണോ നമ്മുടെ അവസ്ഥ തൊട്ടടുക്കെല്ലാം ബ്രാഞ്ച് ഞാൻ പറഞ്ഞു ഇവ പണ്ട് വെച്ച പ്രശ്നമാണ് 1500 അഞ്ചിന്റെ പോയി ഇന്നലെ എനിക്കും കിട്ടി 1500 അഭിമാനിക്കാൻ ഇന്നെ കാർ എടുക്കുവാണെങ്കിൽ 3000 ആയിരുന്നു അത് ആ വീട്ടിലേക്കുള്ള വഴിയാ ഇത് സ്റ്റെപ്പ് ഇതാണെങ്കിൽ ടോളെ വെള്ളമില്ല അടിപൊളിയാ പ്രകൃതി രമണീയത കാണുമ്പോ വലിയ കയറ്റില്ല കയറാൻ പറ്റുന്നില്ല കേട്ടോ ഈ പെട്ടെന്ന് കാല് പിടിച്ച പോലെ ആശിച്ചു വന്ന പാമ്പുകളുടെ അവസ്ഥ നമ്മളിത് അറിഞ്ഞിട്ടും കഴിച്ചു നമ്മൾ 4 പേരെ വന്നുള്ളൂ അവർ 15 പേരെ അവർ നമ്മളിത് അറിഞ്ഞു വെള്ളമില്ലെന്ന് അറിഞ്ഞിട്ട് നമ്മള് കഴപ്പിന് കയറി വെള്ളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കയറിയത് അത് കൊച്ചു പിള്ളേര് ഓ ആഹാ ഈ യൂണിവേഴ്സിറ്റി വെള്ളമേ ഇല്ലല്ലോ ഇതിങ്ങനെ പോണോ ഇനിയുണ്ടോ പറയണ്ടായിരുന്നു ഇതെങ്ങനെ നമ്മൾ ഇവിടെ വരെ കയറിപ്പോ മനച്ചല്ലോ വെള്ളം ഉണ്ടല്ലോ ആരെല്ലാം മൂത്ത് കുറച്ച് ചാടി പോകും ബാ വേഗത്ത് പോയി കുറച്ച് ചുമ്മാ ഇരിക്കും കപ്പ തിന്നാ ബാ അല്ല വെള്ളം ആ ചെറിയ വെള്ളം ഉണ്ട് കേട്ടോ വാ കുറച്ചുണ്ട് വാ കാല് വെച്ചിട്ട് വരാം ബാ വന്ന വാ വെച്ച കാല് പുറത്തില്ല നമ്മൾ ഈ ചടിക്കടയില്ല വാ വെള്ളം കാണിച്ചേ അവിടെ ചെല്ലുമ്പോ പിന്നെ 1 ലിറ്റർ വെള്ളമായിട്ട് ഞങ്ങൾ 6-7 പേര് മുതുകല കയറിയതാ അവനെന്തിയാ അത് ശരിയാട്ടോ അവനെന്തി അവൻ കയറിപ്പോയി അജലിന് അഡ്രിനാലിന് റഷായി ഇപ്പൊ അവൻ കയറി ചെയ്യുമ്പോൾ ആ വളവിൽ ചട്ടുവരപ്പം കഴിക്കും ആ കയറി അജല് കയറി എന്താടാ അപ്പൊ മേടി എന്നാ ഉള്ളേ ശരിക്കുണ്ടല്ലോ നമ്മൾ കാണാൻ പോകുന്ന ഉദ്ദേശിച്ച സാധനം ഇതാണ് എക്സ്പെക്ടേഷൻ ഇതാണ് കേട്ടോ കാണിക്കാം പക്ഷെ റിയാലിറ്റി അങ്ങനെ കാണിച്ചു തരാം റിയാലിറ്റി കാണാൻ പോണേ ഉള്ളൂ കാലൊന്നും നനച്ചിട്ട് നീ പറഞ്ഞ കറക്റ്റാ കേട്ടോ എത്ര വെയിലാണെങ്കിലും മുട്ട് വരെയുള്ള വെള്ളം അത് കറക്റ്റ് അതിന്റെ സിനിമാറ്റിക് വ്യൂ എടുത്ത് വെച്ചേക്കാം
ഇഞ്ചിത്താരേ. പാട്ട് കേട്ട് കേട്ട് മടുത്തു. എല്ലാം പണ്ടും അവന്റെ വർത്താനം അതല്ലായിരുന്നു, അവന്റെ കോൺഫിഡൻസ് അതല്ലായിരുന്നു. നമ്മളെന്നാ കാറ്റാടിക്കടയിൽ പോയി കാറ്റ് കാടിയെന്ന് കരിഞ്ഞ് ചാവും. ഞാൻ ആദ്യം വിളിച്ചപ്പോ അജിനെ പറയാ ആ ടോർത്ത് വാങ്ങിക്കേ, ആദ്യം ടോർത്ത് വാങ്ങിക്കോ ചോദിക്കുക, വെള്ളം ഉണ്ടോന്നല്ല. താനോട് തോർത്ത് വാങ്ങിയിട്ടാ അതായത് പല്ല്. കുഴപ്പമില്ല. അമീബ വാങ്ങല്ലേ, കെട്ടിക്കിടക്കുന്ന ആളാ, ഒഴിക്കില്ല. ഇവിടെ കയറാനല്ലേ സൂക്ഷിക്കണം കേട്ടോ, ഇറങ്ങുമ്പോ സൂക്ഷിക്കണം. തിരിച്ചു പോകുമ്പോ കയറണം. മധുരമുണ്ടോ? ഒന്നുമില്ല. മധുരമില്ലേ? അവിടെ എന്തെയ്യോ? മധുരമില്ല, അവിടെ ഉപയോഗിച്ചിട്ട് ഇത് സ്കാമാ. തിരിച്ചു കയറാം. അല്ല അതല്ല, വേറെ അവിടെ കയറാം. തിരിച്ചു പോകുമ്പോ ടോർത്ത് വാങ്ങിച്ച് ചേട്ടാ കയറുന്നു. ചേട്ടാ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇനിയും വരും. അപ്പൂപ്പന്റെ ടോർത്ത് വെള്ളമുണ്ടോ? വെള്ളമുണ്ട് മക്കളെ, സൂക്ഷിച്ചോണം എന്നൊക്കെ. എല്ലാം മേടിച്ചോണം, എല്ലാം മേടിച്ചോണം. എന്നിട്ടോ പാർക്കിങ്ങും തണൽ നോക്കി ലാഭിക്കാൻ പോയിട്ട് അവിടെ നഷ്ടം. എല്ലാവർക്കും കഷ്ടപ്പെട്ടോല്ല. ഇവിടുന്ന് തിരിഞ്ഞാൽ അല്ല അജലിന്റെ തല മനസ്സിലാ, ഇവന്റെ തലവട്ട ആളെ ലാഭമായ കോള വാങ്ങിച്ചു. അടങ്ങില്ലേ, നഷ്ടമായോ? എങ്ങനെ പോവാനാ? ഒരു തുള്ളി തണുപ്പില്ലല്ലോ. ഇത് ഹൈ റേഞ്ച് അല്ല. ഇന്നോ ഞാൻ തണുപ്പുള്ളവർക്ക് കൊണ്ടുപോകല്ലേ പറഞ്ഞു. ഷർട്ട് ഊരിച്ചിന്റെ അവസ്ഥ, തണുപ്പുള്ള നമുക്ക് ഷർട്ട് ഊരിച്ചിന്റെ അവസ്ഥ. ഹർത്താൽ എല്ലാരും കറങ്ങി കിടക്കുക. പാർട്ടിക്കാർ ഉച്ചയുമ്പോഴത്തേക്ക് നമ്മുടെ അവിടെ നോർമൽ ആവും. രാമൻ ചേട്ടന് കട തുറന്നാലും ഉള്ളേ കച്ചവടം കഴിഞ്ഞ് ഉച്ചവരേ ഉള്ളൂ. അടച്ചെന്നാ കരുതി. എന്നിട്ട് നമ്മളിപ്പോ അങ്ങ് പോയപ്പോ തുറന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് വെച്ചേക്കാം. ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പുറകെ. അച്ഛൻ നോക്കൂ, വെള്ളമില്ലാത്ത എന്നാ വെള്ളച്ചാട്ടമല്ലേ, വെള്ളച്ചാട്ടം തോർത്തുമായിട്ട് ചാടാൻ വന്ന് മൂഞ്ചി തിരിച്ചു പോവുക. തണുപ്പൊക്കെ നോക്കി തണുപ്പില്ല, ഷർട്ട് ഊരിയിരിക്കുക, ചൂട് പൊള്ളുന്നു. ഈ വെള്ളച്ചാട്ടം അങ്ങനെ എന്തെങ്കിലും കിടന്നപ്പോണ്ട് 2.5 മണിക്കൂറൊക്കെ വെള്ളച്ചാട്ടം എടാ കുപ്പിന്ന് താപ്പ്, കുപ്പിയുടെ അടപ്പ് പറഞ്ഞു ഇതിനേക്കാളും നന്നായിട്ട് വെള്ളം വരും. കാലാവസ്ഥയുടെ പറഞ്ഞു മനസ്സിലായി. എന്താ പറഞ്ഞ പള്ളി കുർബാന പോയിക്കൊണ്ടിരിക്കുമ്പോ വണ്ടി ഡോറ് കൊടുക്കുമ്പോ തള്ളി വെച്ചാൽ എക്സ്പെക്ടേഷൻ കാണിച്ചു. പുതിയ സ്ഥലം പ്ലാൻ ചെയ്യുക. ഇവന്റെ ആദ്യത്തെ പ്ലാനിങ് ഒന്ന് കാണിച്ചു. ആദ്യത്തെ പ്ലാനിങ് അടുത്ത പ്ലാനിങ് ഇതാ. ആദ്യത്തെ പ്ലാനിങ് ആട്ടപ്പാടലും ഉണ്ട്. ഇതാണ് പറഞ്ഞ സ്ഥലം അന്ന് പോയ പോയി നോക്കാം. ഈ തോർത്തൊക്കെ എടുക്കേ, അപ്പൂപ്പന്റെ തോർത്ത് ഈ കുപ്പിയാ കളയാ, കുപ്പിയാ. വാ 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 കേറി വാ, കുപ്പിയാടാൻ സ്ഥലമുണ്ട്. അവിടെ തണുപ്പാണ്, ജാക്കറ്റ് ഒന്നും മേടിക്കുന്നത്. ചെല്ലുമ്പോ മോനെ ഭയങ്കര തണുപ്പാ, ജാക്കറ്റ് വാങ്ങിച്ചു. അജൽ തിരിഞ്ഞു നോക്കൂ. ലാസ്റ്റ് ഉണ്ടോ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാ ഞാൻ. എനിക്ക് ചമ്മാൻ വയ്യ. അടുത്ത ഉപ്പ് നമ്മൾ അവരാ ഉപ്പിട്ടാറാ എന്നാ ഉപ്പ് കുന്ന്. ഓക്കെ ബൈ. ബ്ലിപ്പായില്ലേ ഒന്നും ഞാൻ ബ്ലിപ്പ്. ചേട്ടാ വെള്ളം ഇല്ലാത്ത ഡിസ്കൗണ്ട് ഇല്ലാണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാരും തോർത്ത് മേടിക്കുമായിരുന്നെങ്കിലും. അയ്യോ ഞാൻ ഒരെണ്ണം മതി ഈ രണ്ടെണ്ണം നീ മതിയല്ലേ ചോദിച്ചേ. അപ്പൊ ഞാൻ ഒരെണ്ണം മതി ഇവൻ ചോദിച്ചല്ലേ, രണ്ടെണ്ണം മനുഷ്യന്റെ ഇങ്ങനെ പുള്ളി ഇട്ട അജല് വന്നു ഓമ്പിച്ചു. തിരിച്ചു കൊടുക്കാം. വീട്ടിൽ ഞാൻ എവിടെ പോകും ഇങ്ങനെ രാവിലെ ആലോചിച്ചു. അജല്
അപ്പോഴേ അജലിന്റെ മെസ്സേജ് അജയ പുള്ളി നോട്ടിയിരിക്കുന്നു. വെള്ളം ഭയങ്കര വെള്ളമായിരുന്നു. പെരുമയ്ക്ക് ഞങ്ങൾ NSS എനിക്ക് കമ്മിലേക്ക് ആയിക്കോളൂ. അജയ് വേസ്റ്റ് പറമ്പിൽ കളഞ്ഞപ്പോ ജുവാറ് വന്നല്ലോ. ഞാൻ പേയ്മെന്റ് ചെയ്യാം. ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് പേയ്മെന്റ് ചെയ്യും. ചെറിയ വെള്ളം വല്ലോ കേട്ടോ. എന്നാ തോക്കാനാണോ? തുറന്നു അത് പേയ്മെന്റ് കൊടുക്ക്. കൊടുക്ക്. പേയ്മെന്റ് പേയ്മെന്റ് കയറില്ല ചേട്ടാ. ഇവന്റെ വീടിന്റെ അപ്പുറത്താ. അച്ഛൻ്റെ പേര് കൊള്ളാം. ഇത് പ്രൊമോഷൻ ആയിട്ട് ഗവൺമെന്റ് ഹാപ്പി ആയില്ലേ? വണ്ടി എടുക്കും. ഗവൺമെന്റ് ഓറോ വാങ്ങിച്ചടാ. ഞാൻ വണ്ടി എടുക്കാം. പിന്നെ എനിക്കൊക്കെ വ്ലോഗ് കഴിഞ്ഞായിരുന്നു. അല്ല വണ്ടിക്കാർക്ക് കയറി ഇരിക്കുവല്ലേ. അപ്പൊ പിന്നെയും വിളിപ്പ് ഈ വ്ലോഗ് രണ്ടാമത് അവസാനിപ്പിച്ച് വിളിപ്പടിക്കാവും പോയാ.